കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ശരി. അപ്പോ ഇന്ന് കഥ പറയുന്നതിന് മുമ്പ് കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇന്നത്തെ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോ എന്റെ കുഞ്ഞുമണികൾ ഒരു കാര്യം ചെയ്തേ, ആ കൈ ഒന്ന് മുഖത്തിന് നേരെ കൊണ്ടുവന്നേ. ഏത് കൈയാണെന്നോ, ഇടത്തെ കൈയോ വലത്തെ കൈയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൈ മുഖത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക. എന്നിട്ടൊന്ന് നോക്കിയേ, ആരാണ് കയ്യിലുള്ളത്? അത് തന്നെ, മിടുക്കന്മാർ, നമ്മുടെ വിരലുകൾ. എത്ര പേരുണ്ട്? 1 2 3 4 5 വിരലുകളല്ലേ? ഏതൊക്കെ വിരലുകളാണ്? തള്ളവിരൽ അല്ലെങ്കിൽ അമ്മ വിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, അണിവിരൽ. അണിവിരൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മോതിരമണിയുന്ന വിരൽ. പിന്നെ നമ്മുടെ ഇത്തിരി കുഞ്ഞൻ വിരലും. ശരി ശരി, എല്ലാവരും നല്ല ചന്തമുള്ള വിരലുകളെയൊക്കെ നോക്കിയല്ലോ അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ വിരലുകളുടെ കഥയാണ്. ഒരു ദിവസം നമ്മുടെ വിരലുകൾ തമ്മിൽ വലിയ ഒരു തർക്കമുണ്ടായി. എന്താ തർക്കത്തിന് കാരണം? കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ശക്തൻ? ഇതാണ് അവരുടെ പ്രശ്നം. ഹേയ്, ഇവിടെ ഒരു തർക്കത്തിന്റെയും ആവശ്യമില്ല. ഞാൻ തന്നെയാണ് ഏറ്റവും ശക്തൻ. ആര് പറഞ്ഞു? നമ്മുടെ ചൂണ്ടുവിരൽ എല്ലാവരുടെ നേരെയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങളതങ്ങ് അംഗീകരിക്കുന്നേ, ഞാനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ശക്തൻ. ഹയ്യടാ മിടുക്ക, നീ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ശരിയാവുമോ? ഞാനാണ് ശക്തൻ. ദേ നോക്കിയേ, ഞാൻ ഇങ്ങനെ ഒന്ന് നിവർന്ന് നിന്നാൽ എല്ലാവരെക്കാളും ഉയരം കൂടിയവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഈ കൂട്ടത്തിലെ ശക്തൻ. ആര് പറഞ്ഞു? അതേ, നമ്മുടെ നടുവിരൽ. ഇത് കേട്ടതും അണിവിരൽ പറഞ്ഞു, ഹയ്യേ, എന്തൊരു മണ്ടന്മാരാ നിങ്ങള്, എന്നെ ഒന്ന് നോക്കിയേ. ഏറ്റവും വില കൂടിയ സ്വർണം കൊണ്ടുണ്ടാക്കിയ മോതിരം ആളുകളെ ദേ എന്റെ ദേഹത്താണ് അണിയിക്കുന്നത്. ഞാൻ അത്രയും മിടുക്കനായതുകൊണ്ടല്ലേ എന്നെ അവര് മോതിരം അണിയിക്കുന്നത്. ആര് പറഞ്ഞു? നമ്മുടെ മോതിര വിരൽ പറഞ്ഞു. ഇത് കേട്ടതും കുഞ്ഞൻ വിരൽ പറഞ്ഞു, സ്റ്റോപ്പ്, എല്ലാവരും വഴക്ക് നിർത്തിക്കേ. എന്നിട്ട് എന്നെ ഒന്ന് നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ 2 കൈകളും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനായി നിൽക്കുമ്പോഴേ ആരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നേ? ഞാൻ തന്നെ, നിങ്ങളുടെ കൂട്ടുകാരൻ കുഞ്ഞൻ വിരൽ. അപ്പൊ ആരാണ് ഏറ്റവും മിടുക്കൻ, ഏറ്റവും നല്ലവൻ, ഏറ്റവും പ്രിയപ്പെട്ടവൻ? ഞാൻ തന്നെ, ഈ കുഞ്ഞൻ വിരൽ. ഇതുകൂടി കേട്ടതും ഒരിടത്ത് ഈ വഴക്കിലൊന്നും ചേരാതെ, ഈ തർക്കത്തിലൊന്നും ചേരാതെ മാറി നിന്നിരുന്ന തള്ളവിരൽ പറഞ്ഞു, എന്റെ കൂട്ടുകാരെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനില്ലെങ്കിൽ നിങ്ങൾക്കൊരു സാധനം എടുക്കാനോ വെക്കാനോ എന്തെങ്കിലും പറ്റുമോ? ഇല്ല. അതിന്റെ അർത്ഥം ഈ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കൻ ഞാനാണെന്നല്ല. മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. എന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ ഈ കഴിവ് കൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ ഒരുമിച്ചു നിന്നാൽ, നമ്മൾ 5 പേരും ഒന്നിച്ചു നിന്നാൽ എന്ത് വേണമെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാം. ഇത് കേട്ടപ്പോ മറ്റു വിരലുകൾക്കും തോന്നി തള്ളവിരൽ പറഞ്ഞതാണ് കാര്യം. അതിനുശേഷം ആരാണ് ശക്തൻ, ആരാണ് കരുത്തൻ, ആരാണ് നല്ലവൻ, ആരാണ് പ്രിയപ്പെട്ടവൻ, ഇതൊന്നും കണ്ടെത്താനായിട്ട് പിന്നീട് അവർ തർക്കിക്കാൻ പോയിട്ടേയില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആ കയ്യിലേക്കൊന്ന് നോക്കിയേ. അവര് വഴക്ക് കൂടാണ്ട് വളരെ സ്നേഹത്തോടു കൂടിയല്ലേ ആ കുഞ്ഞി കയ്യിലിരിക്കുന്നത്. അത് തന്നെ. അപ്പോ ഇന്നത്തെ കഥ എന്റെ കുഞ്ഞുമണികൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം മെസ്സേജിലൂടെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.